മുൻ MLA അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ, PR ലളിതമ്മ എന്നിവർ രചിച്ച പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. കോഴഞ്ചേരി മാരാമൺ റീട്രീറ്റ് സെന്റർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ രചിച്ച സത്യത്തിന്റെ മുഖം എന്ന പുസ്തകം മുൻ MP VM സുധീരൻ, ആന്റോ ആന്റണി MPക്ക് നൽകി പ്രകാശനം ചെയ്തു. പ്രൊഫസർ PR ലളിതമ്മ രചിച്ച സുഭാഷിതങ്ങൾ എന്ന പുസ്തകം മുൻ ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടർ മുഖത്തല ശ്രീകുമാർ, ഹെൽത്ത് സർവീസ് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ പ്രതിഭയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. തുറന്നു കാണിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പിൻവലിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യത്തെ എത്തിച്ചത്. അല്ലാണ്ട് അനന്തമായ അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ട് പോകാനല്ല അവർ ശ്രമിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കോൺഗ്രസിനകത്ത് തന്നെ ശക്തമായ അഭിപ്രായം അക്കാലത്ത് പല നടപടി, പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥയുടെ രണ്ടാം ഭാഗത്ത് പല തരത്തിലും ദുരുപയോഗപ്പെടുത്തപ്പെട്ടപ്പോൾ, പലതരത്തിലും അതിക്രമങ്ങളുണ്ടായപ്പോൾ, ചില തെറ്റായ നടപടികളുണ്ടായപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ളത്. അതിനെതിരെ കോൺഗ്രസിനകത്ത് ശക്തമായ അഭിപ്രായ രൂപീകരണം ഉണ്ടായിരുന്നു, കോൺഗ്രസിനകത്ത് പ്രതികരണം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 1976 നവംബർ 21 എൻ്റെ ഓർമ്മ. ഗുവാഹട്ടിയിൽ നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനം. അപ്പോൾ എല്ലാ ഭാഗത്തും ഭരണകൂടത്തെ, പ്രധാനമന്ത്രിയെ, ഇന്ദിരാഗാന്ധിയെ പ്രതിനിധിക്ക് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് യുവാവായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ AK ആന്റണി 21 തീയതി ഞാൻ, ഉമ്മൻചാണ്ടി, ചെറിയാമ്പിരിപ്പ്, ഞങ്ങൾ എല്ലാവരും സദസ്സിലുണ്ട്. ഈ സദസ്സിലാണ് ആന്റണി പ്രസംഗിക്കുന്നത്. അടിയന്തരാവസ്ഥ ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു, തെറ്റുകൾ സംഭവിക്കുന്നു, പലരും തെറ്റായ രീതിയിൽ ഇടപെടുന്നു, പല കാര്യങ്ങളും നടക്കുന്നത് ശരിയാണ്. ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആ പുസ്തകം കൈകൊണ്ടിട്ടേ ഉള്ളൂ. ഇവിടെ നിന്ന് വായിച്ചു നോക്കാൻ സാധിച്ചു. അപ്പോൾ ടീച്ചർ ശിവദാസൻ എപ്പോഴും ഒരു റബൽ സ്വഭാവം, ഒരു ക്ഷുഭിത ഭാവമുണ്ട് അദ്ദേഹത്തിന്. തനിക്ക് അനിഷ്ടമായതിനെ നേരിടുമ്പോൾ അദ്ദേഹം ഒരു കോംപ്രമൈസ് സ്വഭാവമില്ലാത്ത ആളാണ്. അത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ അത്യപൂർവമാണ് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പൊതുവെ നമ്മൾ സോപ്പ് രാഷ്ട്രീയം എന്ന് പറയാറുണ്ട്. അത് വളരെ അസാധാരണമാണ്. അത് തനിക്ക് വശമില്ലാത്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഈ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൽ അദ്ദേഹം ഇതിലെ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് എഴുതിയ ഒരു ഭാഗമുണ്ട്. അത് ഞാൻ വായിച്ചു നോക്കാം. അതിൽ അദ്ദേഹം ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് സവിസ്തരം സൂചിപ്പിക്കുന്നു. ഇന്ന് ആ സ്വാതന്ത്ര്യം. സാഹിത്യകാരനും എഡിറ്ററുമായ കിളിരൂർ രാധാകൃഷ്ണൻ, കാർട്ടൂൺ അക്കാദമി മുൻ വൈസ് ചെയർമാൻ ജിതേഷ് ജി എന്നിവർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. മലയാള മനോരമ സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ രവിവർമ്മ തമ്പുരാൻ, പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ എബ്രഹാം മാത്യു, മനോരമ പത്തനംതിട്ട അസിസ്റ്റന്റ് എഡിറ്റർ ബോബി എബ്രഹാം, സെന്റ് തോമസ് കോളേജ് റിട്ടയർ പ്രിൻസിപ്പൽ ഡോക്ടർ റോയ്സ് മലശ്ശേരി, തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, ഗ്രന്ഥകർത്താക്കളായ അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ, പ്രൊഫസർ ലളിതമ്മ എന്നിവർ സംസാരിച്ചു. 9 മലയാളം ന്യൂസ്, കോഴഞ്ചേരി.